അപ്പം 30, 15, 45, 10, 55, 57% വോട്ടുകൾ ഈ മതവിഭാഗങ്ങൾ UDF പിന്തുണച്ചാൽ തന്നെ വന്നു കഴിഞ്ഞു. UDF ജയിക്കുമ്പോൾ അവർക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ളത് സംബന്ധിച്ച് യാഥാർത്ഥ്യത്തിനടുത്ത് നിൽക്കാൻ ഒരു പക്ഷേ ഈ ആക്സിസ് മൈ ഇന്ത്യക്ക് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടാവൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമസ്കാരം. എക്സിറ്റ് പോൾ ഫലം ഇന്നലെ പുറത്തു വന്നു. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും നൽകുന്ന സൂചന UDF അധികാരത്തിൽ വരും എന്നു തന്നെയാണ്. പക്ഷേ 2021 LDF ഉണ്ടായതുപോലെയുള്ള ഒരു വലിയൊരു ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ല. വളരെ അധികം ഭരണവിരുദ്ധ പിണറായി വിരുദ്ധ വികാരം ഉണ്ടായ ഒരു സമയം കൂടിയാണിത്. അതുമാത്രമല്ല, ചരിത്രത്തിൽ അദ്ദേഹം 35 വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നൊരു സമയം കൂടിയാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സിറ്റ് പോൾ ഫലത്തെ നമുക്ക് ഒരു പരിധിവരെ വിശ്വസിക്കേണ്ടി വരും 2021 കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ ഒരു ഇപ്പോഴത്തെ ഫലം? മെയ് 4-ാം തീയതി ആണല്ലോ വോട്ടെണ്ണൽ. അതെ. അപ്പോൾ അതിനു മുമ്പ് 29-ാം തീയതി ആയപ്പോൾ ബംഗാളിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയൊക്കെ വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിലാണ് എക്സിറ്റ് പോളുകൾ വന്നിരിക്കുന്നത്. എക്സിറ്റ് പോളുകളെ അങ്ങ് 100% വിശ്വസിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എക്സിറ്റ് പോളുകൾ പൂർണ്ണമായി തെറ്റിയ അനുഭവം അഖിലേന്ത്യാ തലത്തിൽ ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 2004 വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നാണ് 2004 എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചു. പക്ഷെ അന്ന് UPA സർക്കാരിൻ്റെ ഒരു അനുഭവം ഇവിടെ കിടപ്പുണ്ട്. അതൊഴിച്ചാൽ എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2021 ഇതുപോലെ എക്സിറ്റ് പോളുകൾ മുഴുവൻ LDF ഭൂരിപക്ഷം പ്രവചിച്ചത്. അതിനകത്ത് ഏറെയും കുറഞ്ഞൊക്കെയുള്ള പ്രവചനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സിറ്റ് പോളുകളിലും ഏറെയും കുറഞ്ഞുമൊക്കെയുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും എല്ലാ എക്സിറ്റ് പോളുകളും UDF അധികാരത്തിൽ വരും എന്നാണ് പ്രവചിക്കുന്നത്. അല്ലാതെ അതിനകത്ത് ചിലത് UDF, ചിലത് LDF എന്നില്ല. സീറ്റുകളുടെ ഏറ്റക്കുറച്ചിൽ മാത്രം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സൂചന എന്ന് പറയുന്നത് UDF തന്നെ അധികാരത്തിൽ വരും എന്നുള്ളതാണ്. അത് 2021 ഈ പറഞ്ഞ പോലെ എല്ലാ LDF സർക്കാർ അധികാരത്തിൽ വരും എന്നാണ് പറഞ്ഞത്. LDF അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ UDF അധികാരത്തിൽ വരും എന്ന് ഏതാണ്ട് 99% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളുകളുടെ സൂചന. അപ്പോൾ അതിൽ ഈ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള എക്സിറ്റ് പോളാണ് 90 സീറ്റ് വരെ പ്രവചിക്കുന്നത്. ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ ഇഞ്ചോടിഞ്ചെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നാലും അപ്പം UDF അധികാരത്തിൽ വരും എന്ന് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിലയിരുത്തേണ്ടതും വിശകലനം ചെയ്യേണ്ടതും എത്ര സീറ്റുകളായിരിക്കും കിട്ടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ചേർത്ത് വെച്ച് വേണം നമ്മൾ വായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അത് സംബന്ധിച്ച് എനിക്ക് ഒന്നാമതായി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിറ്റ് പോളുകളെല്ലാം ഈ ഒരു എക്സിറ്റ് പോളും കേരളത്തിലെ യഥാർത്ഥ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫലമല്ല അവർ പ്രസിദ്ധീകരിച്ചത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അവർ ഒരു UDF അധികാരത്തിൽ വരും എന്നുള്ള ഒരു ഏകദേശ സൂചന നൽകിയിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിൽ നിലനിന്ന രാഷ്ട്രീയ സാഹചര്യം എന്ത്, ആ രാഷ്ട്രീയ സാഹചര്യത്തിനനുസൃതമായി UDF എത്ര സീറ്റ് കിട്ടും എന്നുള്ള അവരുടെ വിശകലനത്തിൽ അവർ പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു അസ്വാഭാവികത അല്ല, ഞാൻ അസ്വാഭാവികത എന്നല്ല ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം UDF ജയിക്കുമെന്നുള്ളൊരു പൊതു ഫീല് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അല്ല UDF ജയിക്കുമെന്ന് പറഞ്ഞൊരു പൊതു ഫീല് എല്ലാ എക്സിറ്റ് പോളുകളും പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും UDF ജയിക്കുമ്പോൾ അവർക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ളത് സംബന്ധിച്ച്
യാഥാർത്ഥ്യത്തിനടുത്ത് നിൽക്കാൻ ഒരു പക്ഷേ ഈ ആക്സസ് മൈ ഇന്ത്യക്ക് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടാവൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവർ 90 സീറ്റ് വരെ പറയും. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തുള്ള രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് നോക്കിയാൽ ഒരു സംശയവും വേണ്ട, ഏതാണ്ട് 100-നടുത്ത് സീറ്റിലേക്ക് UDF പോകും. ഞാൻ 100-ൽ കൂടുതൽ സീറ്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ ഒരു ഭേദഗതി വരുത്തിയിട്ട് 90-95-നടുത്ത് സീറ്റുകളെങ്കിലും, ഒരു 95+ സീറ്റെങ്കിലും UDF കിട്ടും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അത് വിലയിരുത്തുന്നതിന് വസ്തുനിഷ്ഠമായിട്ടുള്ള കാരണങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ഈ മതങ്ങളുടെ ഒരു സമവാക്യം, 3 മതങ്ങളാണ് കേരളത്തിൽ ഉള്ളത്. സാധാരണ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 2 മതങ്ങളുള്ളൂ, പക്ഷേ ഇവിടെ 3 മതങ്ങൾ. മുസ്ലിം ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനമാണ്. ഏതാണ്ട് 40-45% ഹിന്ദുക്കളുണ്ട്. അതിൽ നായന്മാരെ പല വിഭാഗത്തിലുള്ളവരുണ്ട്. ഒരു 10-30% മുസ്ലിങ്ങളും ഒരു 10-16% ക്രിസ്ത്യാനികളുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ആ സംസ്ഥാനത്ത് ആരധികാരത്തിൽ വരണം എന്നതിൽ ഈ മതങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. 1987-ൽ ഒരുപക്ഷെ ഈ മതങ്ങളുടെ ഒന്നും സ്വാധീനമില്ലാതെ ഇടതുപക്ഷം ഒന്ന് അധികാരത്തിൽ വന്നതൊഴിച്ചാൽ മറ്റ് തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഈ മതങ്ങൾ എടുക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പിനെ വളരെ അതിനിർണായകമായി സ്വാധീനിച്ചിരുന്നു. യഥാർത്ഥത്തിൽ UDF എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ മുസ്ലിം ലീഗ് ഈ 2 മുസ്ലിം ക്രിസ്ത്യൻ മതങ്ങൾ എടുക്കുന്ന നിലപാടാണ്. അതിനെ ശരിക്കും ഈ UDF എന്ന സംവിധാനത്തിന് ഒരു പാർട്ടിയായിട്ട് പോലും നമുക്ക് കാണാൻ കഴിയില്ല. ആ പാർട്ടി ആ UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അധികാരത്തിൽ വരുന്നതൊക്കെ തന്നെ ഈ മുസ്ലിം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണയോടുകൂടി. മനസ്സിലായി. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, പ്രാഥമികം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും ആ മുന്നണിയിൽ അധികാരത്തിൽ വരുന്നതിൽ ഈ മത സമുദായങ്ങൾക്കുള്ള പങ്ക് അതിനിർണായകമാണ്. CPM അധികാരത്തിൽ വന്നിട്ടുള്ള സമയങ്ങളിലെല്ലാം തന്നെ അവർക്കുള്ള ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ മാത്രമല്ല, മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നും ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നും ഒരു വിള്ളലും കൂടി ഉണ്ടാക്കിയിട്ടാണ് ഇടതുപക്ഷം പലപ്പോഴായി അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് 2021. 2021 എന്താ സംഭവിച്ചത്? CPM-ൻ്റെ വോട്ട് ബാങ്ക് അവർ നിലനിർത്തി. മുസ്ലിം സമുദായത്തിൽ നിന്ന് വലിയൊരു ഷിഫ്റ്റ് അവരിലേക്കുണ്ടായി. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും വളരെ പെർസെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഷിഫ്റ്റ് അവരിലേക്കുണ്ടായി. അങ്ങനെയാണ് അവർ 2021 വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ. അപ്പം ആ ഒരു സമവാക്യം നമ്മളെടുത്ത് നോക്കിയാൽ തന്നെ UDF വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കും എന്ന് നമുക്ക് കാണാം. അപ്പോൾ രാഷ്ട്രീയ സാഹചര്യമല്ല ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഞാൻ വരാം. ഈ മതങ്ങളുടെ പിന്തുണയുടെ സാഹചര്യം എടുത്ത് നോക്കിയാൽ തന്നെ വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കും നമുക്ക് കാണാൻ കഴിയും. കാരണം 2021 ഏതാണ്ട് 50% മുസ്ലിങ്ങൾ LDF-നാണ് വോട്ട് ചെയ്തത്. ആ മുസ്ലിങ്ങൾ മുഴുവൻ തിരിച്ച് UDF-ലേക്ക് പോയി എന്ന് പറഞ്ഞാൽ 30% വരുന്ന മുസ്ലിം ജനസാമാന്യം എൻ ബ്ലോക്കായി, അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകും, എൻ ബ്ലോക്കായി UDF-ന് വോട്ട് ചെയ്യും. ഇനി 2021 നമ്മൾ ക്രിസ്ത്യാനികൾ എടുത്ത് നോക്കൂ. ക്രിസ്ത്യാനികൾ നിരന്തരം പിന്തുണച്ചു വരുന്ന കേരള കോൺഗ്രസ് മണി വിഭാഗം 2021 LDF-ലേക്ക് പോയി. അതിലൂടെ ക്രിസ്ത്യൻ മതവിഭാഗത്തിലും നല്ലൊരു ശതമാനം വോട്ട് വിഹിതം LDF-ലേക്ക്. ആ ക്രിസ്ത്യൻ മതവിഭാഗവും പരിപൂർണമായി UDF അതൊരു 10-16% ഉണ്ട്. അപ്പം 30-16 അതുവരെ 46%. ഇനി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തലയുയർത്തിപ്പിടിച്ച് UDF-ൽ നിൽക്കുന്നുണ്ട്. പിന്നെ 12% വോട്ടുണ്ട്. ആ ഈഴവരുടെ 12% വോട്ടിൽ 1% വോട്ട് BJP-ക്കും പോയിരുന്നതാണ്, 1% UDF-നാണ്. പക്ഷെ അത് പൂർണ്ണമായും അത് UDF-ലേക്ക് പോയി. ഈഴവരാണോ? അല്ല, നായന്മാർ. NSS-ന് നായർ വോട്ട്. അതിലൊരു വിഭാഗം ഈ BJP ആയിരുന്നു, ഒരു വിഭാഗം UDF ആയിരുന്നു. പക്ഷേ അത് മുഴുവൻ UDF-ലേക്ക് പോയി. അത് 12%. അപ്പം 30, 15, 45, 10, 55, 57% വോട്ടുകൾ ഈ മതവിഭാഗങ്ങൾ UDF-നെ പിന്തുണച്ചാൽ തന്നെ വന്നു കഴിഞ്ഞു. ഇതാണ് മതങ്ങളുടെ സമവാക്യം. ഇനി നമ്മൾ രാഷ്ട്രീയ സമവാക്യം എടുത്തു നോക്കിയാലോ? രാഷ്ട്രീയ സമവാക്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, അതിഭീകരമായിട്ടുള്ള പിണറായി വിരുദ്ധ വികാരം, അതെല്ലാം കൊണ്ട് CPM-ൻ്റെ 35-40% വോട്ട് ബാങ്കിൽ തന്നെ വലിയ വിള്ളൽ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള
മതങ്ങളുടെ വോട്ടുകളിലുള്ള ഒരു ഏകീകരണവും CPM-നകത്തുനിന്നൊരു 10% താഴെ വിള്ളലും കൂടി ഉണ്ടായാൽ തന്നെ അത് വലിയ രീതിയിലുള്ള വോട്ട് ഷെയറിൻ്റെ ഷിഫ്റ്റിലേക്ക് പോകും. അപ്പോഴേ രാഷ്ട്രീയ സമവാക്യത്തിലേക്ക് വന്നല്ലോ. അല്ലല്ല, ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ സമവാക്യമാണല്ലോ CPM-നകത്തെ വിള്ളലിലും കൂടെ ഇടവരുത്തുന്നത്. അപ്പം മതങ്ങളുടെ ഇടയിലുള്ള വലിയ ഏകീകരണവും രാഷ്ട്രീയമായിട്ടുള്ള സമവാക്യങ്ങളുടെ ഭാഗമായി CPM-ൻ്റെ വോട്ടുകളിൽ ഉണ്ടാകുന്ന ഒരു വിള്ളലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പരമദയനീയമാകും CPM-ൻ്റെ അവസ്ഥ. ഇപ്പം 39-44% എന്നൊക്കെയാണ് പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയ 50% വോട്ടിന് മുകളിലേക്ക് UDF-ൻ്റെ ശതമാനം പോകാനുള്ള സാധ്യത. ഇപ്പം തന്നെ 5-6% ഒരു വ്യത്യാസമാണ് വരുന്നത്. ഒരു 10% വ്യത്യാസമൊക്കെ എന്ന് കഴിഞ്ഞാൽ വലിയ തരംഗമായിരിക്കും ഇത്. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരു 90-95 സീറ്റിലേക്ക്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം LDF-ന് 99 സീറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ആലോചിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ ഒരു 90-95 സീറ്റിലേക്ക് UDF പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ എക്സിറ്റ് പോളുകളെന്ന് പറയുന്നത് ഒരു ദിശ സൂചിപ്പിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. സീറ്റുകളുടെ എണ്ണത്തിലൊന്നും ഈ എക്സിറ്റ് പോളുകൾ പറയുന്നതിനകത്തൊന്നും യാതൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേയൊക്കെ യാഥാർത്ഥ്യങ്ങളോട് അടുത്ത് നിൽക്കുന്നത് ഈ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്നതാണ്. മറ്റവരൊക്കെ ഈ പറഞ്ഞ പോലെ വടക്കേ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നിട്ട് എന്തെങ്കിലും പോയതാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും കേരളത്തിൽ ഒരു UDF അനുകൂല വികാരമുണ്ടെന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് ചെയ്യുന്നത്. പിന്നെ ആക്സിസ് മൈ ഇന്ത്യക്കുള്ള പ്രത്യേകത പറഞ്ഞാൽ അവർ ഒരുപാട് തവണ കേരളത്തിൽ സർവേ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് താരതമ്യേന മറ്റുള്ളവരെക്കാൾ കുറച്ച് കൂടുതൽ. അപ്പം എനിക്ക് തോന്നുന്നത് 2006 ഉണ്ടായൊരു തരംഗമുണ്ട് അച്യുതാനന്ദന് അനുകൂലമായിട്ട്. അതിന് സമാനമായിട്ടുള്ള ഒരു തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആഞ്ഞടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ല സംബന്ധിച്ചു. അപ്പോൾ അതാണ് ഈ വരുന്ന ഒരു എക്സിറ്റ് പോൾ ഫലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ഈ ഒരു എക്സിറ്റ് പോൾ ഫലം പലർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ ആണ് പലതും പുറത്തു വന്നിട്ടുള്ളത്. സാർ പറഞ്ഞതുപോലെ ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് കുറച്ചൊരു വിശ്വാസ്യത കാത്തു സൂക്ഷിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റതൊക്കെ പലർക്കും ഉറച്ച വിശ്വാസമുള്ള മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികൾ പരാജയപ്പെടും എന്നുള്ള തരത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് തീർത്തും അവിശ്വസനീയം തന്നെയാണ്. പക്ഷേ എന്തായാലും ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം പറയണമെങ്കിൽ ഒരു 3 ദിവസം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. 4-ാം തീയതി ഫലം പുറത്തറിയുമ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലം എത്രത്തോളം വാസ്തവമാണെന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടും.